ഹായ് ട്രേഡേഴ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. ഏതാണ്ട് 3 മാസത്തിലധികമായി നമ്മുടെ ചാനലിൽ കൂടി തൊട്ടടുത്ത ട്രേഡിംഗ് ദിനത്തിലേക്കുള്ള എന്റെ ട്രേഡിംഗ് പ്ലാൻ ഞാൻ പോസ്റ്റ് ചെയ്തു വരുന്നു. എല്ലാ ഇൻഡെക്സുകളും ട്രേഡ് ചെയ്യാറുണ്ടെങ്കിലും നിഫ്റ്റിയാണ് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്തിരുന്നത്. എന്നാൽ നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സിന്റെ അഭിപ്രായ നിർദ്ദേശങ്ങളെ മാനിച്ചുകൊണ്ട് പലരും ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ ട്രേഡ് ചെയ്യാൻ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളെ മാനിച്ചുകൊണ്ട് ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ തൊട്ടടുത്ത ട്രേഡിംഗ് ദിനത്തിലേക്കുള്ള എന്റെ ട്രേഡിംഗ് പ്ലാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് സംഭവിച്ചിരുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 46,218 ക്ലോസ് ചെയ്തിരുന്ന ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ ഓപ്പൺ ചെയ്തത് ഒരു 325 പോയിന്റ് ഗ്യാപ്പ് അപ്പോടുകൂടി 46,454 എന്ന ലെവലിലാണ്. അതിനുശേഷം 46,264 എന്ന ലോ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിനെ അപേക്ഷിച്ച് ഒരു 166 പോയിന്റ് പ്ലസോടുകൂടി 46,384 പോയിന്റിൽ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നൽകിയ ടോട്ടൽ മൂവ്മെന്റ് ആകട്ടെ 429 പോയിന്റിൻ്റെതാണ്. അപ്പോൾ 429 പോയിന്റ് മൂവ് ചെയ്ത ബാങ്ക് നിഫ്റ്റി അന്ന് രേഖപ്പെടുത്തിയ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തൊട്ടടുത്ത ട്രേഡിംഗ് ദിനമായ തിങ്കളാഴ്ചയിലേക്ക് എങ്ങനെയായിരിക്കാം മൂവ് ചെയ്യുക, അഥവാ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് ഞാനൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രയോജനകരം എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതാണ് എനിക്കുള്ള പ്രചോദനം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തുടർ വീഡിയോകളിലൂടെ എൻ്റെ തിരിച്ചറിവുകളിൽ നിന്ന് ഞാൻ അവയ്ക്ക് മറുപടി നൽകുന്നതാണ്. 46,700 ലെവലിൽ ഗ്രീൻ ലൈൻ സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ. സാധാരണ നിഫ്റ്റിയിൽ പറയുന്നത് പോലെ തന്നെ 46,700 എന്ന ലെവൽ ഗ്രീൻ ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ ആയിട്ടാണ് ഞാൻ കണക്കാക്കാറ് ആ ലെവല്. ഒപ്പം തന്നെ 46,255 എന്ന ലെവൽ റെഡ് ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ ആയിട്ടാണ് ഞാൻ കണക്കാക്കാറ്. ഇതിനിടയിൽ 46,328, 46,625 എന്ന ലെവലുകളായി ബ്ലാക്ക് ലൈനുകളും, അത് പ്രൈമറി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവിടെ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റന്റ് സോണുകൾ തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 350-ലധികം 400-നടുക്കെ വരുന്നത് കൊണ്ട് അതിനിടയിൽ ഞാൻ ഒരു ലൈൻ ബ്ലൂ ലൈനായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 46,487 എന്ന ലെവലാണ്. ഇത് വളരെയധികം ഒരു ഡയറക്ഷനോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 1,200 പോയിന്റ് ഒക്കെ സഞ്ചരിക്കാൻ, ഒരു 900 പോയിന്റ് ഒക്കെ സഞ്ചരിക്കാൻ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയാണ് സാധാരണ കണ്ടുവരാറ്. ഒരു സാധാരണ ദിനത്തിൽ പോലും 300-ലധികം പോയിന്റ്, 350-400 പോയിന്റ് ഒക്കെ ഒരു സാധാരണ അത്രയധികം ട്രേഡിംഗ് ഇല്ലാത്ത ദിവസം പോലും സംഭവിക്കാറുണ്ട്. ബാങ്ക് നിഫ്റ്റി വളരെ വോളറ്റൈലാണ്. ഈ റേഞ്ചുകൾ തമ്മിൽ ഇത്രയും വ്യത്യാസമുള്ളതുകൊണ്ട് ഇതിനിടയിൽ ഞാനൊരു സപ്പോർട്ട് ഓർ റെസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ഒരു ലെവൽ, അതാണ് 46,487 എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ബ്ലൂ ലൈൻ. അപ്പോൾ നാളെ ഈ ഏരിയയിൽ ലാസ്റ്റ് ട്രേഡിംഗ് ദിനത്തിൽ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു ബൈയിങ് ഡയറക്ഷൻ ആണ് പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുന്നതെങ്കിൽ അതുവരെ നൽകിയ ലോ പ്രധാനമായും 46,255 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യം ലഭിച്ചേക്കാവുന്ന ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്ന അത് 46,487, 500 ലെവലുകളായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ ലെവലിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ, അതായത് 1, 3, 5 എന്നിങ്ങനെയുള്ള ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു പ്രൈസ് ആക്ഷൻ പ്രകാരം എന്ന് എനിക്ക് ഫീൽ ചെയ്താൽ വീണ്ടും ഒരു സിഇ ഓപ്ഷൻ, കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ നൽകിയ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് എന്നത്
അതുവരെ നൽകിയ ഹൈ തന്നെയാണ്. അതിനു മുകളിൽ വീണ്ടും ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ സഞ്ചരിച്ചേക്കാം. അങ്ങനെയെങ്കിൽ പിന്നീട് ടെസ്റ്റ് ചെയ്തേക്കാവുന്ന റേഞ്ച് എന്ന് പറയുന്നത് 46,625 എന്ന ബ്ലാക്ക് ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ലെവലാണ്. തുടർന്ന് ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ഒരു 1 അവർ ക്യാൻഡിലെങ്കിലും ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് കിട്ടിയേക്കാവുന്ന ഒരു ഡൗൺ മൂവ്മെന്റിൽ വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ മൂവ് ചെയ്യുന്നെങ്കിൽ പ്രൈസ് അപ്വേർഡ് ഡയറക്ഷൻ തന്നെയാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് അപ്പോൾ നൽകിയ ലോ സ്റ്റോപ്പ് ലോസ് ആയി അങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ ആണ് കാണിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു ഡയറക്ഷൻ കൺവിൻസ്ഡ് ആവുന്ന സമയത്ത് അതുവരെ നൽകിയ ആ സമയം നൽകിയ ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് വീണ്ടും എൻ്റർ ചെയ്ത് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ പ്രതീക്ഷിക്കും. അപ്പോഴും ആദ്യം പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഗ്രീൻ ലൈനിന് മുകളിൽ നൽകിയ ഉയരം തന്നെയാണ്. തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന റെസിസ്റ്റൻസ് സോണുകളാണ് ഓരോ ടാർഗറ്റ് ഏരിയകളായും കണക്കാക്കുക. എന്നാൽ ഇവിടെ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്പം സ്ട്രോങ് ആയ റെസിസ്റ്റൻസ് ഏരിയകളാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഈ ഏരിയകളിലോട്ട് എത്തുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് പ്രൈസ് ഈ ലെവലുകളിലോട്ട് എത്തുമ്പോൾ തന്നെ ഓപ്ഷൻ, അതായത് ഞാൻ ബൈ ചെയ്തിരിക്കുന്ന കോൾ ഓപ്ഷൻ ടാർഗറ്റ് കവർ ചെയ്ത് വെയിറ്റ് ചെയ്യും. ഇതിനു മുകളിൽ ഒരു 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ മാത്രമാണ് വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുമ്പോൾ അതേ ഡയറക്ഷനിലേക്ക് ഞാൻ ട്രേഡ് ചെയ്യുകയുള്ളൂ. അപ്പോൾ തുടർന്ന് ലഭിച്ചേക്കാവുന്ന പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 47,045, 47,213 എന്നിവ. എന്നാൽ അടുത്ത ട്രേഡിംഗ് ദിനത്തിൽ മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് ഈ ഏരിയയിലാണെങ്കിൽ 46,487 എന്ന ലെവലിന് മുകളിലാണ് ക്ലോസ് ഓപ്പൺ ആവുന്നതെങ്കിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ നൽകിയല്ലോ ഓർ തൊട്ട് താഴെ ആണ് ഈ ലെവലിൽ നിൽക്കുന്നതെങ്കിൽ ഇതിന് മുകളിലാണ് അങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ തരുന്നതെങ്കിൽ പ്രൈസ് ഓപ്പൺ ചെയ്ത് അവിടെ നിന്നും ഒരു അപ്വേർഡ് ഡയറക്ഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ അതുവരെ നൽകിയല്ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോണായ 46,487 എന്ന ലെവൽ പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി കരുതിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് തീർച്ചയായും 46,700 എന്ന ലെവൽ തന്നെയാണ്. അതിനു മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമാണ് പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്തേക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ തുടർന്ന് കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനുകൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. ഓരോ അപ്പ് മൂവ്മെന്റിന് ശേഷവും ചെറിയ ഡൗൺ മൂവ്മെന്റുകൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന ഒരു ഡൗൺ മൂവ്മെന്റിൽ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിൽ 5 മിനിറ്റ് 15 മിനിറ്റ് 1 മിനിറ്റ് 3 മിനിറ്റ് എന്നിങ്ങനെയുള്ള ക്യാൻഡിലുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്യുമ്പോൾ വീണ്ടും എൻ്റർ ചെയ്ത് അതുവരെ നൽകിയ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ നൽകിയ ഹൈ തന്നെയാണ്. തുടർന്ന് അതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പുതിയ ഉയരം നൽകുകയാണെങ്കിൽ മുകളിലോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന റെസിസ്റ്റൻസ് സോണുകൾ ടാർഗറ്റുകളായി പ്രതീക്ഷിക്കും. എന്നാൽ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകി ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ, അതായത് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ അതുവരെ നൽകിയ ഉയരം പ്രധാനമായും ഗ്രീൻ ലൈൻ ലെവൽ 46,700 എന്ന ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഏരിയകൾ തൊട്ട് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്ന ബ്ലാക്ക് ലൈൻ, റെഡ് ലൈൻ എന്നിങ്ങനെയാണ്. എന്നാൽ 46,255 എന്ന റെഡ് ലൈനിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം തുടർന്ന് കിട്ടിയേക്കാവുന്ന ഒരു അപ്വേർഡ് മൂവ്മെന്റിൽ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലുള്ള 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുന്നു എന്ന് ഫീൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ നൽകിയ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ ആദ്യം പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ നൽകിയ ലോ എത്രയാണോ അത് തന്നെയാണ്. അത് കവർ ചെയ്ത് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോണുകൾ ടെസ്റ്റ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്യുമ്പോഴാണ് ഞാൻ പ്രൈസ് ഡൗൺവേർഡ് ആണ് എന്ന് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കുന്ന ചെറിയ അപ്വേർഡ് മൂവ്മെന്റുകളിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുമ്പോൾ വീണ്ടും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് തൊട്ട് മുൻപ് രേഖപ്പെടുത്തിയ ഉയർന്ന ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ താഴോട്ട് രേഖപ്പെടുത്തിയ ഓരോ സപ്പോർട്ട് സോണുകളും ടാർഗറ്റുകളായി ലഭിച്ചേക്കുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ ഇവിടെ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 45,590 എന്ന ലെവൽ
അതൊക്കെ ഒരു സ്ട്രോങ് ആയ സപ്പോർട്ട് സോൺ ആണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവിടെ നിന്നും പ്രൈസ് ഒന്ന് റിവേഴ്സ് ചെയ്യാൻ സാധ്യതയുണ്ടായേക്കാം ഈ ഏരിയകളിൽ നിന്നും. അതുകൊണ്ട് ഒരു ട്രേഡ് എടുത്ത് അതിനെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കൃത്യമായ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് മാറ്റി മാറ്റി കൊടുത്തുകൊണ്ട് ഞാൻ ഫോളോ ചെയ്യുകയായിരിക്കും ചെയ്യുക. ഈ ഏരിയയിൽ എത്തുമ്പോൾ ടാർഗറ്റ് കവർ ചെയ്ത് ഇവിടെ പ്രൈസ് എന്ത് ചെയ്യുന്നു, ഇത് ബ്രേക്ക് ചെയ്ത് താഴെ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം അതേ ഡയറക്ഷനിലോട്ട് വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ മൂവിംഗ് ഡയറക്ഷൻ കാണിക്കുകയാണ്, ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവിംഗ് ചെയ്യും എന്ന ഒരു ഇൻഡിക്കേഷനാണ് തരുന്നതെങ്കിൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് തൊട്ട് താഴെയുള്ള ടാർഗറ്റ് ഏരിയകൾ വീണ്ടും പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. തിങ്കളാഴ്ച ബാങ്ക് നിഫ്റ്റിയിൽ നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റുകൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.